ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെയും വീഡിയോസായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കും എന്നൊരു ഉറച്ച തീരുമാനത്തിലാണ് ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഞാൻ ഞായറാഴ്ച വൈകുന്നേരം എടുത്ത കുറച്ച് വീഡിയോസാണ്. ഞാനും അപ്പുക്കുട്ടനും കൂടി ഒന്ന് ട്രെൻഡ്സിൽ പോയിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, മൺഡേ അപ്പുക്കുട്ടന് സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷനാണ്. അപ്പോൾ അവനിടാനൊരു റെഡ് കളർ ഡ്രസ്സും എടുക്കണം. മൺഡേ സേനുവിൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ സേനുവിനും കൂടി ഒരു ഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. ഇത് പിറ്റേന്ന് രാവിലെ മൺഡേ എടുത്ത കുറച്ച് വീഡിയോസാണേ ഉള്ളത്. രാവിലെ അപ്പുക്കുട്ടനെ സ്കൂളിൽ വിടണം. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുണ്ട്. എങ്കിലും രാവിലെ എണീറ്റ് കുറച്ചൊന്ന് പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു. അപ്പൂന് രാവിലെ എണീറ്റപ്പോൾ സ്കൂളിൽ പോകണ്ട, ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്, ഞാൻ സ്കൂളിൽ പോകണില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചു. എങ്കിലും ഞാൻ ഒരുവിധം പറഞ്ഞ് ഓക്കെ ആക്കി. പുതിയ ഡ്രസ്സൊക്കെ എടുത്തതല്ലേ, ഇന്ന് സ്കൂളിൽ പോയിട്ട് വാന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ബർത്ത്ഡേ ആയാലും ആനിവേഴ്സറി ആയാലും എന്ത് കുഞ്ഞ് വിശേഷം വന്നാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറും ആയിരിക്കും. അത് മസ്റ്റാണ്. അങ്ങനെ അപ്പൂനും ഇഡ്ഡലിയൊക്കെ കൊടുത്തു. അവന് കൊണ്ടുപോകാനും അത് തന്നെ അടുത്ത് വെച്ചത്, സ്നാക്സൊക്കെ എടുത്ത് വെച്ചു. ബസ് കയറ്റിയിടാൻ പോവുകയാണേ. രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ അവൻ്റെ ബസ് വരും. അവനെ പറഞ്ഞു വിട്ടിട്ട് നമുക്കൊന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു, ഞാനും സേനുവും കൂടിയേ. നമ്മുടെ ആനിവേഴ്സറി ആയാലും ബർത്ത്ഡേ ആയാലും ഏകദേശം ഇതേപോലെയൊക്കെ തന്നെ. രാവിലെ നമ്മളൊന്നിച്ച് അമ്പലത്തിൽ പോവും. ഉച്ചയ്ക്ക് വീട്ടിലൊന്നീ സദ്യ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോൺ വെജ് പ്രിപ്പയർ ചെയ്യും, പായസം വയ്ക്കും, കേക്ക് ഉണ്ടെങ്കിൽ കട്ട് ചെയ്യും. അല്ലാണ്ട് വേറെ വലിയ ഫങ്ഷൻ പോലെ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ നമ്മളൊന്നിച്ച് ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ തന്നെ പോയത്. അവിടെ പോയി ഒരു അർച്ചനയൊക്കെ ചെയ്തു. പിന്നെന്താ, സീനു അങ്ങനെ വീഡിയോസ് എടുക്കാൻ വരാറുണ്ട് ചില സമയങ്ങളിൽ വരാറില്ല. ഞാനും അങ്ങനെ നിർബന്ധിക്കാറൊന്നുമില്ല. പിന്നെ ചില സമയത്ത് ഞാൻ പിടിച്ചിരുത്തി ഫോട്ടോസൊക്കെ അങ്ങ് എടുപ്പിക്കാറുണ്ട്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് പോയി. ഞാൻ ചെന്ന പാടെ നല്ല വിശപ്പുണ്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ട് ഞാൻ സദ്യ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം സേനു തന്നെ പറഞ്ഞു നമുക്ക് ബിരിയാണി ആക്കാമെന്ന്. അപ്പോൾ എനിക്ക് ബിരിയാണി വയ്ക്കും, ഞാൻ കുക്കർ ബിരിയാണി. അല്ലാണ്ട് ഇപ്പം നമുക്ക് 2 പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കും. ഇതിപ്പം എല്ലാവരും കൂടി ഉണ്ടായതുകൊണ്ട്, കാരണം എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം അവരും കൂടി ഉണ്ടായതുകൊണ്ട് അച്ഛൻ തന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്ന് അച്ഛൻ തന്നെ ഉണ്ടാക്കി. സലാഡൊക്കെ ഞാനാണ് കേട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ ബിരിയാണിയൊക്കെ റെഡിയായി. പിന്നെന്താ, ഇതൊരു കുട്ടി ബർത്ത്ഡേ വ്ളോഗ് എന്നൊക്കെ പറയാമോ എന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും ചെറിയ നമ്മുടെ ഒരു തട്ടിക്കൂട്ട് സെലിബ്രേഷൻ അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെന്താ, അത്രേ ഉള്ളൂ. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടും കേട്ടോ. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം 3:30 ആകുമ്പോൾ അപ്പൂനെ വിളിക്കാൻ പോകണം. ബായ്.